ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും അതുപോലെ തന്നെ ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോ കാണാനായിട്ട്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയമാണ്. ചന്ദ്രോദയ്ക്ക് ശ്രുതിക്കും ശ്രുതിക്കും ഇതുപോലെ അക്കിടി പറ്റാൻ ഇനി വേറെ ഒന്നുമില്ല. 30 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞ് തോരച്ച് മുടിപ്പിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ സച്ചി ഓരോന്ന് പറയുമ്പോഴത്തേക്കും നിർത്ത, ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, നിങ്ങളുടെ ആരുടെയും പൈസ പോയില്ലല്ലോ എന്ന്. അപ്പൊ ഇതിനിടയിൽ സച്ചിനെ കുറ്റപ്പെടുത്തി ഇപ്പൊ നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെട്ടില്ല. രേവതി പറഞ്ഞു, നിങ്ങളോട് സച്ചിയായിട്ട് 100 തവണ പറഞ്ഞതല്ലായിരുന്നോ? അത് മാത്രമല്ല, അന്ന് ആ ഓണർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഒരു സമയത്ത് സച്ചേട്ടൻ പറഞ്ഞത് എന്തോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു, അത് മാത്രമല്ലല്ലോ രേവതി, അന്ന് നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട, എഗ്രിമെന്റ് വെക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട, ഇന്നത്തെ അത് ശരിയല്ല, ഇന്നത്തെ ദിവസം ശരിയല്ല, വേണ്ട, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത് ധിക്കരിച്ച് ചെയ്തല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അതെ, എല്ലാരെയും ധിക്കരിച്ച് തന്നെയാണ് ഞങ്ങൾ എല്ലാം ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്, അത് നിങ്ങൾക്ക് സന്തോഷമായി കാണും, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓരോന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ദേ ശ്രുതി, വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല, നിങ്ങളല്ല ഞങ്ങള്, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാല് നിങ്ങൾക്ക് സന്തോഷം കാണിക്കും, പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമില്ല. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അതെ ഏടത്തെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ഞങ്ങൾ സന്തോഷിക്കും, അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. രേവതി ചേച്ചി പറഞ്ഞപ്പോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു, നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാ അത്. ശരിയാ, എല്ലാം ഞങ്ങളുടെ തെറ്റാ, ഞങ്ങൾ ആരെയും ചതിക്കണമെന്നൊന്നും വിചാരിച്ചില്ല, ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹിച്ചു, അതിന് ഞങ്ങൾ നേരായ വഴികളിലൂടെ പോയത്, പക്ഷെ ആ വിശ്വനാഥനല്ലേ ഞങ്ങളെ ചതിച്ചത്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഓ, നിങ്ങള് ഇങ്ങനെ നിങ്ങളെ കയ്യിൽ വരുന്ന ക്യാഷ് അവർക്കും ഇവർക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനുള്ള ക്യാഷ് അത് എത്ര നാൾ കഴിഞ്ഞിട്ട് കൊടുക്കും? അത് മാസം മാസം കൊടുക്കാന്ന് പറഞ്ഞല്ലേ? ഓ, പറഞ്ഞതല്ലേ ഉള്ളൂ, കൊടുത്തില്ലല്ലോ. കൊടുത്താ തന്നെ ഇനി എപ്പ തീരാനാ? ഈ 30 ലക്ഷം എന്റെ അച്ഛന്റെ കയ്യിൽ കിട്ടുമായിരുന്നെങ്കിൽ അത്രക്കെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ 30 ലക്ഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. മാസാമാസം ക്യാഷ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇനി അതിനൊരു കാരണമായല്ലോ. കെട്ടവനും കെട്ടിയവൾക്കും ഇപ്പൊ തൃപ്തിയായല്ലോ, ഓരോന്ന് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട്. ദേ, ഇനി ഒരൊറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ, മലേഷ്യയിൽ നിന്ന് കാശ് അയക്കാൻ പറ, എത്രയും പെട്ടെന്ന്, അതാ വേണ്ടത്. നിന്റെ ഇളയച്ചനെ വിളിച്ച് ക്യാഷ് അയക്കാൻ പറ, നീയും കൂടെ ചേർന്നല്ലേ ഇപ്പൊ ഈ 30 ലക്ഷം രൂപ കൊണ്ട് തൊലച്ചത്. വേണമെങ്കിൽ നിനക്ക് പറയായിരുന്നല്ലോ സുധിയോട്, നീ ഭയങ്കര ബുദ്ധിമതിയാണല്ലോ, നിനക്ക് പറയായിരുന്നല്ലോ. അല്ല, നിന്റെ അച്ഛന് മലേഷ്യയില് സ്വന്തമായിട്ട് മറ്റേ സ്വർണം കായ്ക്കുന്ന മരം ഉണ്ടെന്നോ സ്വർണ്ണക്കനി ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ അച്ഛനെ കുറിച്ച് ബിൽഡപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങള്. എന്റെ അമ്മയെ, എന്നാ പിന്നെ പെട്ടെന്ന് പൈസ അയക്കാൻ പറ. അത് പിന്നെ സച്ചി ഈ സമയത്ത് പോലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അച്ഛൻ ജയിലിലല്ലായിരുന്നെങ്കിലേ ഞാൻ ഈ ക്യാഷൊക്കെ എപ്പോഴേ തന്നേനെന്നറിയാമോ? എന്തോ എറണക്കേടിന് എന്റെ അച്ഛൻ ജയിലിലായി പോയി. നിന്റെ അച്ഛൻ നിരപരാധിയാണെന്നല്ലേ പറഞ്ഞത്? ആരെയും കൊന്ന് ജയിലിൽ പോയതൊന്നും അല്ലല്ലോ. ഓ, വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇതിപ്പോ എത്ര നാളായി ജയിലില്ലാന്ന് പറയുന്നത്? അത് പിന്നെ അവിടുത്തെ നിയമം ഒന്നും സച്ചിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. ഓ, പിന്നെ നിനക്കറിയാമെങ്കിലേ അവിടെ ചെന്ന് വക്കീലിനെ വെച്ച് നിന്റെ അച്ഛനെ പുറത്തിറക്ക്, ഇറക്കിക്കൊണ്ട് വാ, അതിനൊന്നും പറ്റത്തില്ലല്ലോ നിനക്ക്. എന്നിട്ട് ഇവിടെ കിടന്ന് പ്രസംഗിക്കിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിലെന്തോ കള്ളത്തരം ഉണ്ട്, അത് ഉറപ്പാ. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി കേട്ടോ. എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരവും ഇല്ല, എനിക്കൊരു കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നാളും ജയിലിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും, അതാ ഞാൻ പറഞ്ഞ എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ഇത്രയും നാളെന്തിനാ ജയിലിൽ കിടക്കുന്നത്? അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, നീ എന്താ ലോയറാണോ ഇതൊക്കെ പറയാനായിട്ടും ചോദിക്കാനായിട്ടോ? ഇതിന് ലോയറിന്റെ ആവശ്യമൊന്നുമില്ല, സാമാന്യ ബുദ്ധി മതി എന്റെ പൊന്ന് പൗഡർ എടുത്തി അതൊക്കെ കണ്ടുപിടിക്കാനേ. അതാദ്യം ഒന്ന് മനസ്സിലാക്ക്. അച്ഛന്റെയും ഇളയച്ഛന്റെയും കാര്യം പറയുമ്പോഴത്തേക്കും കിടന്ന് ഉരുണ്ട് കളിക്കാൻ. നിങ്ങൾ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ദേ, ഈ ഭാവം ഉണ്ടല്ലോ, ഈ വീട്ടിൽ കയറി അന്ന് മുതൽ തുടങ്ങിയതാ. ദേ, ഞാനൊരു കാര്യം പറയാം, ആ ബംഗ്ലാവിൽ വെച്ച് 70 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവളുടെ ഇളയച്ചനെ വിളിച്ചില്ലേ, അത് ഇവള് കള്ളം പറഞ്ഞതാ. ഇളയച്ചനെ ഒന്നും അല്ല ഇവള് വിളിച്ചത്. അത് പിന്നെ ഞാൻ ഇളയച്ചനെ വിളിച്ചത്. ദേ സച്ചി, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേട്ടോ. ഇനി എന്നെ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കരുത് കേട്ടോ. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? എനിക്ക് കള്ളം പറയേണ്ട ഒരാവശ്യമില്ല. ഓ, കള്ളം പറയുന്ന കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് പൗഡർ എടുത്തി, പക്ഷെ കള്ളം മാത്രം പറയുന്ന ഒരാളെ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെ, പൗഡർ എടുത്തി തന്നെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ നിർത്ത്, ഇതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം ഇതേ അല്ല. നഷ്ടപ്പെട്ട ക്യാഷ് എങ്ങനെയെങ്കിലും തിരികെ മേടിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണ്ടേ, അല്ലാതെ ഇപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് ഒരാവശ്യമില്ല. അതുകൊണ്ട് ഈ വിഷയമൊക്കെ മാറ്റിവിട്ടേരെ, എങ്ങനെയെങ്കിലും ആ 30 ലക്ഷം രൂപ
തിരിച്ചെടുക്കാൻ നോക്ക് സ്തുതി. നീ ആദ്യം അതിന് ശ്രമിക്കുക, രണ്ടുപേരും കൂടെ ചേർന്ന്. നിങ്ങൾ പിന്നെ വിഷമിക്കൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ആ പൈസ നമുക്ക് തിരികെ വാങ്ങിയെടുക്കാൻ നോക്കാം. ക്യാഷ് സമ്പാദിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല, അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം, അത് തന്നെയാ വലിയ കാര്യം. ഇനിയെങ്കിലും ആലോചിച്ചിട്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കാൻ ശ്രമിക്കുക. ചെല്ലല്ലേ, രണ്ടുപേരും അകത്തേക്കല്ലേ. ഓരോന്ന് ആലോചിച്ച് കൂട്ടി മനസ്സ് വിഷമിക്കൊന്നും വേണ്ട, എല്ലാം എപ്പോഴേലും ഒക്കെ ശരിയായിക്കോളും. ചെല്ലിയല്ലേ, രണ്ടുപേരും കൂടെ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് സുധീനെയും കയറ്റി വിടുകയാണ് കേട്ടോ. കഷ്ടം തോന്ന് നമ്മുടെ സുധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പോകുന്നിടത്തെല്ലാം സ്വന്തമായിട്ട് കുഴി വെട്ടി അതിലേക്ക് വീഴുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മുടെ സുധിക്ക് ഇപ്പം ചെയ്യാനില്ല. ഏതായാലും അവരൊക്കെ അകത്ത് കയറി പോയി. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോവുകയാണ്. വഴിക്ക് പോകുന്ന വെച്ചാൽ ഓരോരുത്തർ ഓരോ വീട്ടിലേക്കല്ല സോറി, റൂമിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രനോട് ചന്ദ്ര പറഞ്ഞു, എന്തിനാ എല്ലാവരും കൂടെ എന്റെ മോനെ ഇങ്ങനെ കളിയാക്കുന്നത്, എന്റെ മോനോട് ഇങ്ങനെ പെരുമാറുന്നത്? എല്ലാവരും കൊണ്ട് താമസിപ്പിച്ചില്ലേ എന്റെ മോന് ആ വീട്ടില്? എല്ലാവരോടും സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ ചെയ്തത്? സ്നേഹം, ഇത് സ്നേഹമൊന്നുമല്ല, വിവരമില്ലായ്മ. ആദ്യം നീ അവൻ ചെയ്ത തെറ്റുകൾക്ക് കൂട്ടു ചെയ്യുന്ന ഈ സ്വഭാവം അങ്ങ് നിർത്ത്. ഇത്രയും കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്ത്, എങ്കിലേ അവൻ നന്നാകത്തുള്ളൂ. നീ ഒറ്റ ഒരുത്തി കാരണമാ എല്ലാത്തിനും പ്രശ്നം, എല്ലാത്തിനും കാരണം. അത് പിന്നെ ഇങ്ങനെയൊന്നും പറയല്ലേ. ഈ ബുദ്ധി ഇല്ലാത്തവൻ പറയുന്ന പോലെ അവനൊന്നും കൊള്ളരുതാത്തവനാ, അവന് അങ്ങനെ അവൻ ഇങ്ങനെ, അവൻ ബുദ്ധി ഇല്ലാത്തവൻ, അതൊന്നും പറയല്ലേ. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. ചന്ദ്ര അങ്ങ് പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, കണ്ടില്ലേ അമ്മ ഇങ്ങനെ ആയിരത്തോളം കാലം ഉണ്ടല്ലോ, ഒരിക്കലും സുധി നന്നാവത്തില്ല, അത് ഉറപ്പാ. അത് പിന്നെ സച്ചി, നമ്മളിപ്പോ ഇതൊന്നും അല്ല തിരക്കേണ്ടത്. ആ 30 ലക്ഷം രൂപ, ആ 30 ലക്ഷം രൂപ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കണം. അവൻ ആരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നീ വേണം തിരക്കി ഇവിടെ കൊണ്ടുവരാനായിട്ട്. കേട്ടല്ലോ സച്ചി? അത് പിന്നെ നോക്കിയാ പോരാ, നീ തന്നെ കണ്ടുപിടിക്കണം, നിന്നെ കൊണ്ടേ അതിന് സാധിക്കത്തുള്ളൂ എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ പോവുകയാണ് വണ്ടിയിൽ കേട്ടോ. ഏതായാലും സച്ചിയുടെ കൂട്ടുകാരൻ കൂടെ ഉണ്ട്. സച്ചിയുടെ കൂട്ടുകാരനല്ല കേട്ടോ, സോറി, നമ്മുടെ സുധിയുടെ കൂട്ടുകാരൻ. വേറെ ഒന്നിനുമല്ല പോകുന്നത്, അവര് നമ്മുടെ വിശ്വനാഥനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ വിശ്വനാഥനെ കുറിച്ച് നമ്മുടെ സുധിയുടെ കൂട്ടുകാരനോട് ചോദിക്കുവാണ്, നീ കാരണമല്ലേടാ ഇതൊക്കെ സംഭവിച്ചത്? 30 ലക്ഷം രൂപയാടാ നഷ്ടമായത്, എന്റെ ചേട്ടനെ അറിയാലോ. അത് പിന്നെ ഞാൻ കാരണം എങ്ങനെയാ? അവൻ ഡൈനോസറിനെ പോലെ വാ തുറന്നിട്ട് ആ വീട് മേടിക്കുന്നു പറഞ്ഞ് ആക്രാന്തം കാരണം കയറി ചെന്ന് ഒറ്റയടിക്ക് വിഴുകുന്നു ഞാൻ ഓർത്തോ? ഓ പിന്നെ വലിയ വിവരമുള്ളവനാണെന്ന വിചാരം അവന്. അവനെ പോലൊരു മണ്ടൻ ഈ ലോകത്തില്ല, അത് അവനൊരു വിഷയമില്ല. അല്ല നിനക്കുണ്ടല്ലോ, ആ വിശ്വനാഥനെ കുറിച്ചൊന്നും അന്വേഷിക്കത്തില്ലായിരുന്നോ? അവൻ ഇതൊന്നും ഒരു വിഷയമല്ലെന്നേ, അതിനുള്ള വിവരം വേണ്ട നിനക്കും, രണ്ടും കണക്കാ. അത് പിന്നെ നിന്റെ ഏട്ടന്റെ കൂടെ കൂടിയിട്ടാ എന്റെ ഉള്ള വിവരം കൂടെ പോയത്. എന്റെ പൊന്നു സച്ചി, അപ്പുറം വരെ എന്നെ അങ്ങോട്ട് ഇറക്കിക്കോ. സോറി, എനിക്ക് ഒന്ന് പോണം. അപ്പുറം ഇറക്കാനോ? പറ്റത്തില്ല. വിശ്വനാഥനെ കണ്ടുപിടിച്ച് ക്യാഷ് മേടിക്കുന്നവരെ നീ എന്റെ കൂടെ വേണം. അത് പിന്നെ അവനെ കണ്ടുപിടിച്ച് ക്യാഷ് മേടിച്ചാൽ നീ എനിക്ക് കമ്മീഷൻ തരുമോ? കമ്മീഷൻ നീ നിന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കാണൂല. അവനോ? അവനെനിക്ക് കമ്മീഷൻ തന്നില്ല. വിശ്വനാഥനും എനിക്ക് കമ്മീഷൻ തന്നില്ല. അവനെ കണ്ടെത്തി കാശ് മേടിക്കട്ടെ, നിനക്ക് ഞാൻ തരുന്നുണ്ട്. എത്ര ശതമാനം തരും സച്ചി? കമ്മീഷനല്ല, ഞാൻ നല്ല അടിയാ തരാൻ പോകുന്നത്. ഓരോന്ന് ചെയ്തു വെപ്പിച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇരിക്കുന്നത്, നാണം കെട്ടവനെ. നാണമില്ലല്ലോ നിനക്ക്? ഓരോന്ന് കാണിച്ചു കൂട്ടി. എടാ നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ നടക്കുന്നത്? നിനക്കൊക്കെ പോയി ചത്തൂടെ? ബെസ്റ്റ് കൂട്ട്, രണ്ടുപേരും നല്ല കൂട്ടാ. അത് പിന്നെ ആ വിശ്വനാഥൻ താമസിച്ച ആ വീടില്ലേ, അതിന്റെ അയൽവക്കത്ത് പോയി നമ്മളൊന്ന് അന്വേഷിച്ചാലോ? അവിടെ ഉള്ളവർക്കൊക്കെ ഡീറ്റെയിൽസ് അറിയായിരിക്കുമല്ലോ, അവരുടെ സ്വന്തം സ്ഥലം എവിടെയെന്ന് അറിഞ്ഞാ പോരെ. ഇങ്ങനെയുള്ള ഫ്രോഡുകൾ ആരും ഡീറ്റെയിൽസ് ഒന്നും പറയത്തൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അയൽവക്കത്തൊന്നും ആരും പോകാറുമില്ല, ഇടപെടാറുമില്ല. അയൽവക്കമായിട്ട് ഒരു ബന്ധവും കൊടുക്കാറില്ല. അവിടെ ആരാ താമസിക്കുന്നത് പോലും അറിയാൻ പറ്റത്തില്ല അയൽവക്കക്കാർക്ക്. പിന്നെ എങ്ങനെയാ നമ്മളത് കണ്ടുപിടിക്കുന്നത്? അല്ല പിന്നെ എവിടെ ചെന്നാ നമ്മളെ സച്ചി അന്വേഷിക്കുന്നത്? ആരോട് ചോദിക്കും സച്ചി? നോക്കാം, നീ ആദ്യം ഇറങ്ങ എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഇറങ്ങുകയാണ്. ഇങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിച്ച് വിശ്വനാഥനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഇറങ്ങി അവിടെ ഒരു കരിക്ക് വെട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ കരിക്ക് വെട്ടുകാരനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആ കരിക്ക് വെട്ടുകാരൻ പറഞ്ഞു, എന്റെ ദൈവമേ വിശ്വനാഥനോ, അവൻ മഹാ ഫ്രോഡ് അല്ലേന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയാമോ? അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് കുറച്ചു പേർക്കൊക്കെ ഇപ്പൊ അവനെ കുറിച്ച് അറിയാന്നേ. അവരിങ്ങനെ ഓരോ വീടുകളെ റെന്റിനെടുക്കുക, എന്നിട്ട് അത് ആരുടെയും പേരില്
തലയിൽ കെട്ടിവെക്കുക, അതിൽ നിന്ന് പൈസ വാങ്ങുക, പോവുക, ഇതൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ആരെങ്കിലും വീടൊക്കെ മേടിക്കാൻ നിൽക്കുവോ? ഏതായാലും നിങ്ങൾ വെറും പൊട്ടന്മാരായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എന്റെ ഏട്ടന് ആ വീട് മേടിച്ചതെന്ന് പറഞ്ഞപ്പോ, ഓ നിങ്ങളപ്പോ അവിടെ കുറെ നാൾ താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അല്ല നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം അവിടെ വന്ന് നിന്നായിരുന്നെന്നും നിങ്ങളെ പോലീസ് വന്ന് അവിടെ നിറക്കി വിട്ടെന്നും ഒക്കെ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ, അതെ അതെ അതെ, ഞങ്ങള് അപ്പോഴാണ് അറിഞ്ഞത്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് ഇങ്ങനെ ഒരു സംഭവമാണെന്നൊന്നും. എന്റെ ഏട്ടനെ ആശിച്ച് മോഹിച്ച് മേടിച്ചതാ, 10-30 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചതാണ്, ബാക്കി പിന്നെ കൊടുക്കാന്നൊക്കെ പറഞ്ഞത്. അപ്പം അതിന്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പം ഇനിയിപ്പൊ ആ 30 ലക്ഷം രൂപ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോവുള്ളൂ. ഒരിക്കലും ഇനി 30 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അവ മുങ്ങിയാ പിന്നെ പൊങ്ങുന്നത് എന്നാന്ന് ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ. ഇതുവരെ പോലീസുകാർക്ക് പോലും അവനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അവനെ പോയി കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ 30 ലക്ഷം രൂപ അച്ഛനും പറഞ്ഞേക്കുമല്ലോ, സച്ചി നീ തന്നെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്ന്. ഈ സമയത്ത് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല അവൻ ഇവിടെ വേറെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമോ? ആ വീട്ടില് ആരെങ്കിലും അവനെ സ്ഥിരമായിട്ട് കാണാൻ വരാറുണ്ടോ? ജോലിക്കാര് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നു, ആ വീട്ടിലൊരു ജോലിക്കാരുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതെ അതെ ജോലിക്കാരൻ ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ പതുക്കെ അവിടുന്ന് മുങ്ങുവാണ്. ഇവര് ഫ്രോഡാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പതുക്കെ അവിടുന്ന് മുങ്ങി. അവന്റെ വീട് ആലപ്പുഴയിൽ അങ്ങണ്ടാന്നാ തോന്നുന്നത്, അല്ലാതെ വേറൊരു ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല ചേട്ടാ. അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞേനേന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഒത്തിരി വലിയ വിവരങ്ങളൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോ ആലപ്പുഴ വരെ ആ വീട്ടിലെ ജോലിക്ക് നിന്ന ആളുടെ എടുത്തു പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ കഷ്ടം തന്നെയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ആ കരിക്കുവെട്ടുകാരൻ പറയാണ്, അതെ അതെ, ഈ സീരിയലിലൊക്കെ അനുഭവിക്കുന്നല്ല സോറി, അഭിനയിക്കുന്ന ഒരു നടനില്ലേ, ശ്രീകാന്താന്ന് തോന്നുന്നു, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ സെൽഫി ഒക്കെ എടുത്തിരുന്നു, എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സീരിയലുമായിട്ട് നമ്മുടെ സച്ചിക്ക് കുറച്ച് ബന്ധമുണ്ടല്ലോ, കാരണം സീരിയലിലൊക്കെ ചെറിയൊരു സ്റ്റണ്ടിനൊക്കെ നമ്മുടെ സച്ചി പോവായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ ചിന്തിക്കും ആരാന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം, വേറൊന്നുമല്ല, എന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട്, ഇത് എന്റെ കാർഡാണ്, വിശ്വനാഥനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കണം, എന്റെ പേര് സച്ചീന എന്ന് പറഞ്ഞിട്ട് ആ കാർഡ് കൊടുത്തിട്ടാണ് നമ്മുടെ സച്ചി അവിടുന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ പിന്നെ സച്ചി അങ്ങ് കയറി പോയില്ലോ. അപ്പൊ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രേവതി അവിടെ പൂവൊക്കെ വിൽക്കാൻ കേട്ടോ, നമ്മുടെ ശ്രീകാന്ത് അല്ലല്ലോ സോറി, ലക്ഷ്മിയുടെയും ദേവുവിന്റെ ഒക്കെ കൂടെ പൂ എങ്ങാണ്ട് എടുക്കുവോ വിൽക്കുവോ എന്നാണ്ടൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് സച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാം, നീ എവിടെ നിൽക്കുന്നു പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പൊ വരാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, എവിടെയാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ അടുത്താന്ന് ഇങ്ങനെ പറഞ്ഞു. ഏതായാലും പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് സച്ചി കാറുമായിട്ട് അവിടെ വരികയാണ്. അവിടെ വന്നിട്ട് ഈ നമ്മുടെ രജനീകാന്ത് ഇറങ്ങുന്ന ഒരു സ്റ്റൈലിൽ സച്ചി ഇങ്ങനെ ഇറങ്ങാണ് കേട്ടോ. സച്ചി ഇങ്ങനെ ഇറങ്ങി ആ കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലോ നീലിമ കൊടുത്ത ആ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടാ ഇങ്ങനെ ഇറങ്ങുന്നത്. സച്ചിനെ കണ്ടത് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ രേവതി. ഇതെന്തു പറ്റി സച്ചേട്ടൻ ഇങ്ങനെ ഒരു പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വരെ ആയിപ്പോയി നമ്മുടെ രേവതിക്ക്. കാരണം അതുപോലെ ഒരു സ്റ്റൈലിലൊക്കെ വന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണോ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് രസം കണ്ടിട്ടാ കാണാനൊക്കെ നമ്മുടെ സച്ചിനെ. ഈ സമയത്ത് നമ്മുടെ ദേവും ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ഇതെന്തു പറ്റി, നോക്കിക്കമ്മേ, ഇതാരാ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, അയ്യോ ഇതെന്താ വട്ടോ, അമ്മയെ സച്ചേട്ടന് വട്ടായിന്നാ തോന്നുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി അടുത്തേക്ക് വരുവാണ് കേട്ടോ. സച്ചി അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് വട്ടൊന്നുമില്ല, അല്ല ഇതെന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചത്, പുതിയ സ്റ്റൈലിലാണല്ലോ, മാസായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ദേ ഒരു ചെറിയ വട്ടന്റെ ലുക്ക് മാത്രമല്ല, ഒരു ഫിലിം സ്റ്റാറിന്റെ ലുക്കും ഉണ്ട്. ഫിലിം സ്റ്റാറിന്റെ ലുക്കോ? ആ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പിന്നെ ഞാൻ കള്ളം പറഞ്ഞാണ് കേട്ടോ, എവിടെന്നാ കന്നഡ കിട്ടിയത്, സത്യം പറ, ഫിലിം സ്റ്റാർ ഒന്നും അല്ല, ഒരു കോമാളിയെ പോലെ ഉണ്ട്. അതെ പെണങ്ങല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞാണേ, എവിടെന്നാ കിട്ടിയത് കന്നഡ പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അത് പിന്നെ എന്നെ കണ്ടിട്ടുണ്ട്, ആരെ പോലെ ഉണ്ടെന്ന് പറ, ഒരു ഹോളിവുഡ് സൂപ്പർ സ്റ്റാറിനെ പോലെ ഉണ്ട്. എന്നാ പിന്നെ ഞാൻ പറയാം, ഇത് എന്റെ ഒരു ഫ്രണ്ട് തന്നതാ, ഞാൻ സത്യം പറഞ്ഞ ഇത് കാറിൽ വെച്ച് മറന്നു, ഇത് നീ ഒന്ന് വെക്ക്, അപ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. ഇത് മാത്രമല്ല ഇതുപോലെ വേറൊരു കണ്ണാടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുക്കണം. അപ്പൊ ആ ഒരു കൂളിംഗ് ഗ്ലാസ് നമ്മുടെ രേവതിക്കും വെച്ചു കൊടുത്തു. ഏതായാലും സച്ചിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ്. അപ്പോഴത്തേക്കും ദേവുവിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവു പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട്. അത് പിന്നെ സച്ചോട്ടെ എനിക്കിതൊന്നും വേണ്ടെന്നേ, അവിടെ ഇരിക്കട്ടെ, അവരിയ്ക്കട്ടെ, ഇവളോട് ഊരല്ലെന്ന് പറ, ഇത് സൂപ്പർ അല്ലേ, നന്നായിട്ടുണ്ട് മോളെ, അതവിടെ ഇരിക്കട്ടെ. അല്ല കണ്ണട ഏത് ഫ്രണ്ടാ തന്നത്, ആരാന്ന് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ആ കാനഡയിൽ നിന്ന് വന്ന മേഡം ഇല്ലേ, ആ മേഡം തന്നതാ. ആ നാട്ടിൽ വന്ന സ്ഥിരമായിട്ട് എന്റെ കൂടെ കയറുന്ന ആ മേഡം.
ഓ അല്ല, അതിന് എനിക്കെന്തിനു തന്നെ, എന്നെ അവർക്ക് അറിയത്തില്ലല്ലോ. സച്ചേട്ടൻ എപ്പോഴും ചേച്ചിനെ കുറിച്ച് അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കുന്നു ദേവു. അപ്പൊ സച്ചി പറഞ്ഞു, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, അതെ ഞാൻ എപ്പോഴും നിന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു സെൽഫി എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഒരു സെൽഫി എടുക്കാണ് കേട്ടോ. രണ്ടുപേരുടെ സെൽഫി എടുക്കുക. അപ്പൊ നീലുവയ്ക്ക് അയച്ചു കൊടുക്കണമല്ലോ, പറഞ്ഞായിരുന്നല്ലോ ഞാൻ സെൽഫി എടുത്തിട്ട് അയച്ചു തരാന്ന്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ ആ സെൽഫി എനിക്ക് വേണം കേട്ടോ. അപ്പം ആ ഫോണിൽ നിന്ന് ഞാൻ എന്റെ ഇതിലേക്കൊന്ന് സെൻഡ് ചെയ്യട്ടെ, എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനിപ്പോ എന്നാ നീ സെൻഡ് ചെയ്തെടുത്തോ, നീ സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും സ്റ്റോറി ആയിട്ടോ സ്റ്റാറ്റസ് ആയിട്ടോ കേട്ടോ എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ ഇടാലോ, ആ ഫോൺ നിങ്ങൾ തന്നേന്ന് പറഞ്ഞ് ഫോൺ മേടിച്ചു. ഫോൺ മേടിച്ചിട്ട് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ നീലിമയുമായിട്ട് സച്ചി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ പെട്ടെന്ന് ദേവുവിന്റെ കണ്ണിൽ പിടിക്കുന്നത്. അങ്ങനെ ദേവ് ചോദിച്ചു ഇതാരുടെ ഫോട്ടോയാ, ഇതാരുടെ കൂടെയാ സച്ചേട്ടാ ഈ നിൽക്കുന്നത്? ആ ഇതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും വരാറുണ്ടെന്ന് പറഞ്ഞ ഫ്രണ്ടില്ലേ, മാത്രമല്ല എനിക്ക് കണ്ണാടി തന്നതും ഈ ഫ്രണ്ടാ പറഞ്ഞപ്പോഴത്തേക്കും ആണോ, അല്ല ഞാന് എപ്പോഴൊക്കെയോ ഈ സ്ത്രീനെ കണ്ടിട്ടുണ്ട്, പിന്നെ കാനഡയിലുള്ള ഈ സ്ത്രീനെ നീ എങ്ങനെയാ കാണുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ലല്ല ഞാൻ എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു കേട്ടോ. രേവതി വന്നിട്ട് നമ്മുടെ ദേവുവിനോട് ചോദിച്ചു, നീ ആരെക്കുറിച്ചായി പറയുന്നത്, എനിക്ക് എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കാം. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ദേവു ഇങ്ങനെ ഓർക്കുന്നത്, അന്ന് ആ ഒരു വിവാഹ സമയത്തെ നമ്മുടെ സുധിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നീലിമ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവുവിന് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ ദേവു പറഞ്ഞു, അയ്യോ ഇത് ആ പെണ്ണ് സച്ചേട്ടന്റെ ഏട്ടൻ പ്രണയിച്ച പെണ്ണ്, അദ്ദേഹത്തെ കാശുമായിട്ട് പറ്റിച്ച് ക്യാഷുമായിട്ട് മുങ്ങിയില്ലേ, അത് ഇവള് തന്നെ, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ ദേവു നീ പറയുന്നത്? അതേന്നേ ഞാൻ പറയുന്നത് സത്യ, അന്ന് ഞാൻ കണ്ടതാ, ഇവള് വ്യക്തമായിട്ട് കണ്ടതാ, ഇത് ആ പെണ്ണ. അയ്യോ എന്താ അവളുടെ പേര്? നീലിമ 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 എന്ന് അവളുടെ പേര്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയൊക്കെ അന്തം വിട്ട് നോക്കാണ് കേട്ടോ, കാരണം ഇവളെ അന്വേഷിച്ച് എത്ര നാള് നടന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും പറഞ്ഞു, അതെ അതെ ഇപ്പോഴാ എനിക്കും മനസ്സിലായത്, ഞാൻ അന്ന് ആ വിവാഹ സമയത്ത് ഇവളെ കണ്ടതാ, ഇത് അവള് തന്നെയാ സച്ചേട്ടാ, ഇത് അവള് തന്നെയാ സച്ചേട്ടാ, എനിക്ക് ഉറപ്പാ സച്ചേട്ടാ. സച്ചേട്ടൻ എന്താ ആലോചിക്കുന്നത്, മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഇവക്ക് വേണ്ടി സാക്ഷി ഒപ്പിട്ടത് ഓർമ്മയില്ലേ, ഞാന് നിന്നോട് വന്ന് പറഞ്ഞായിരുന്നല്ലോ, അന്ന് എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നിയതാ. ഇപ്പം രജിസ്ട്രേഷൻ ഓഫീസിൽ വെച്ചും ഞാൻ കാണാൻ പാടില്ലാത്തവരെ കണ്ടു എന്നുമൊക്കെ ദേഷ്യത്തിൽ എന്നോട് പറഞ്ഞു. അന്ന് മിക്കവാറും രജിസ്ട്രേഷൻ ഓഫീസിൽ ശ്രുതിയും ഉണ്ടായിരുന്നു, അത് ഉറപ്പാ. അവരെ ആയിരിക്കും കണ്ടത്, ഉറപ്പിക്കാം. ഇത് ഇവള് തന്നെയാ. അപ്പൊ അവള് തന്നെയാ ശ്രുതിയുടെ പൈസ മുക്കിയത്, അച്ഛന്റെ ക്യാഷുമായിട്ട് മുങ്ങി അവള് ഒടുക്കം എന്റെ മുമ്പിൽ തന്നെ എത്തി. ഇനി അവക്ക് രക്ഷയില്ല, ഇനി അവക്കിട്ട് ഞാൻ കൊടുക്കും, വിടത്തില്ല ഞാൻ അവളെ. എന്റെ അച്ഛന്റെ 50 ലക്ഷം കൊണ്ടല്ലേ മുങ്ങിയത്, സച്ചി അവളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണെന്ന്. ഏതായാലും ആ ക്യാഷ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെ ആ ക്യാഷ് മേടിക്കും? എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശ്രുതിക്ക് 50 ലക്ഷം രൂപ കൊടുത്തായിരുന്നു. പക്ഷെ ആ കൊടുത്ത പൈസയും കൊണ്ടാണ് കടയൊക്കെ ഇട്ടിരിക്കുന്നത്. അതൊന്നും സത്യം പറഞ്ഞാൽ സച്ചിക്കോ രേവതിക്കോ ആർക്കും അറിയത്തില്ല. നീലിമ 50 ലക്ഷം രൂപ കൊടുത്തു. ഇനിയിപ്പം നീലിമയും അതുപോലെ തന്നെ ശ്രുതിയും തമ്മിൽ വേറൊരു ബാധ്യതയും ഇല്ല. പക്ഷെ ഇവര് വിചാരിക്കുന്ന 50 ലക്ഷം കൊടുത്തില്ലല്ലോ, അപ്പൊ തട്ടിയെടുക്കാന്നാണ്. ആ 50 ലക്ഷമാണ് ശ്രുതിയുടെ വീട്ടുകാര് അയച്ചു തന്നാണ്, അച്ഛൻ അയച്ചു തന്നാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയും കൂടെ എല്ലാവരെയും പറ്റിച്ചത്. ഇപ്പൊ എല്ലാ കള്ളത്തരവും വെളിയിലാകാൻ ചാൻസ് ഉണ്ട്, കാരണം ശ്രുതിയുടെ എല്ലാ കള്ളത്തരവും ഇതിലൂടെ മിക്കവാറും വെളിയിൽ വരും. ഇതൊക്കെ കേട്ട മതി കേൾക്കാത്ത മതി ഓടിപ്പോയില്ലേ നമ്മുടെ സച്ചി നീലിമയുടെ വീട്ടിലേക്ക്. നീലിമയുടെ വീട് കറക്റ്റ് ആയിട്ട് അറിയാം. ഏതായാലും അവിടെ ചെന്ന് നീലിമേനെ ചോദ്യം ചെയ്യുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായി ഇത്രയും പെട്ടെന്ന് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്കും ഹൈപ്പും മറക്കരുത്.